എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കവവക്ക ഐലാൻഡ് കാണിക്കും. അവിടേക്ക് സാബോ അവന് കൊടുത്ത മിഷൻ അത് കംപ്ലീറ്റ് ചെയ്ത് തിരികെ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി സാബോയ്ക്ക് കൊടുത്ത ഫസ്റ്റ് മിഷൻ അത് സെലസ്റ്റിയൽ ഡ്രാഗൺസുമായിട്ട് ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് അവരടിമകളാക്കിയിരിക്കുന്ന പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക, അതുപോലെ തന്നെ കൂമയെ സേവ് ചെയ്യുക. പക്ഷെ കൂമയാണെങ്കിൽ ഇപ്പൊ തിരികെ നേവിയിലേക്ക് തന്നെ പോയി. അവസാനത്തേത് അവരുടെ റിസോഴ്സുകളെല്ലാം തന്നെ നശിപ്പിക്കുക. അങ്ങനെ മൂന്ന് കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ സാബോ തിരികെ കവവക്ക ഐലാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ 12 കൺട്രീസ് ഇപ്പൊ റെവല്യൂഷണറി ആർമിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിലൊന്നാണ് ലുലൂസി ഐലാൻഡ്. ആ ലുലൂസി ഐലാൻഡ് ഗവൺമെന്റ് മുഴുവനായിട്ടും തകർത്തില്ലാതാക്കി. റെവല്യൂഷണറി ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഐലാൻഡ് അവരെല്ലാവരും തന്നെ നേവി ആയിട്ടുള്ള കോൺട്രാക്ട് അത് ക്യാൻസലാക്കി അവർക്ക് കൊടുക്കുന്ന കപ്പവും നാച്ചുറൽ റിസോഴ്സസും അതെല്ലാം തന്നെ നിർത്തലാക്കിയിരിക്കുകയാണ്. സോ നേവി ഇപ്പോൾ ആ ഒരു ഐലാൻഡുകൾക്കെല്ലാം എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ലുലൂസി ഐലാൻഡിന് സംഭവിച്ചത് ആ ഐലാൻഡുകൾക്ക് സംഭവിക്കാം. മറി ജോയ്സ് ആണെങ്കിൽ ഒരുപാട് ഉയരത്തിലാണ്. അത്ര വേഗം അവിടേക്ക് എത്തിപ്പെടാൻ ആർക്ക് സാധിക്കില്ല. പക്ഷെ ഇവാക്യോയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഫുഡ് റിസോഴ്സസ് അതെല്ലാം തന്നെ സാബോ ഇല്ലാതാക്കി. അവിടേക്ക് പോകുന്ന ഫുഡിന്റെ ഒഴുക്കും നമ്മുടെ ആൾക്കാർ നിയന്ത്രിച്ചിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഇതിലൂടെ ആ നേവിക്ക് കിട്ടാൻ പോകുന്നത് കനത്ത അടി തന്നെയാണ്. സോ അവർ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരതിന് തയ്യാറാവും. നേവിക്കാരെല്ലാവരും ഇപ്പൊ സാബോയ്ക്ക് എതിരായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. കാരണം അവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആരെങ്കിലും റിയാക്ട് ചെയ്താൽ അവർ വെറുതെ ഇരിക്കില്ല. ആ കിങ്ങിനെ കൊന്നതും വിവിയെ അവളെ തട്ടിക്കൊണ്ടു പോയതും അത് സാബോ ആണെന്ന് അവന്റെ മേലില് പഴി ചുമത്തി അവനെ എല്ലാവരുടെ മുൻപിൽ കുറ്റക്കാരനാക്കുക എന്നതാണ് നേവിക്കാരുടെ അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. പക്ഷേ റവല്യൂഷണറി ആർമിയിലുള്ളവർക്കും നമ്മുടെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം സാബോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. സാബോയ്ക്കാണെങ്കിൽ ആ കോബ്ര മരിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു കിങ് ആയിരുന്നു. ആ കാര്യം ഓർത്ത് അവൻ വിഷമിച്ച് നിൽക്കും. അതേസമയം ഇവാക്കോ അവനൊരു ഫോട്ടോ എടുത്ത് ഇപ്പൊ സാബോയ്ക്ക് കാണിച്ചു കൊടുക്കും. സത്യം പറയും, എന്താ അവിടെ സംഭവിച്ചേ, എല്ലാ കാര്യങ്ങളും നീ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിക്കുകയാണ്. സാബോ ആ ഫോട്ടോയിലേക്ക് നോക്കും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഒരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോയിൽ കോബ്ര മരിച്ചു കിടക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് സാക്ഷാൽ സാബോ ആണെങ്കിൽ ആ ഫോട്ടോ കയ്യിലെടുക്കും. അവനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 1 മാസത്തിന് മുൻപ് ആ റവറി മീറ്റിംഗ് അത് നടക്കുന്ന സമയം അവിടെ ഫുഡ് സ്റ്റോറേജിൽ നമ്മുടെ സാബോ വലിയ നാശനഷ്ടം ഉണ്ടാക്കി. റിസോഴ്സുകളെല്ലാം തന്നെ അവൻ കത്തി എരിയിച്ച് നശിപ്പിച്ച് കളയാണ്. അത് മനസ്സിലാക്കിയ സോൾജിയേഴ്സ് അവിടേക്ക് ഓടി അടുക്കും. അവിടെ ഉണ്ടായിരുന്ന അടിമകളെല്ലാം ഇപ്പൊ സോൾജിയേഴ്സ് ഇവാക്യുവേറ്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുക. ഇവിടേക്ക് 4 ഇൻക്ലൂഡേഴ്സ് കടന്നു കൂടിയിട്ടുണ്ട്. അവര് റവല്യൂഷണറി ആർമിയിലുള്ളവരാണ്. എത്രയും വേഗം അവരെ കണ്ടെത്തണം എന്നായിരിക്കും ആ അനൗൺസ്മെന്റ്. അവിടെ തടവിലുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും അത് കേട്ട് ഭയങ്കര ആശ്വാസം. അവരെ രക്ഷിക്കാനായിട്ട് റവല്യൂഷണറി ആർമി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. കട്ട് ചെയ്ത സെലസ്റ്റിയൽ ഡ്രാഗൺസിനാണെങ്കിൽ അവരുടെ കൺട്രോൾ പോവും. ഓ നോ, ഇത്രയും വലിയൊരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അവർക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സിൽ തന്നെ കൈവെക്കും. ആദ്യം അവരെ ഇവിടുന്ന് മിരട്ടി ഓടിക്കണം. അതിനുശേഷം നമ്മുടെ ഈ യൂസ്ലെസ് സോൾജിയേഴ്സിനെ അവരെ തല്ലിക്കൊല്ലണം. അവരെ കൊണ്ട് മര്യാദയ്ക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അതിലൊരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ ഒരു വയസ്സായ അപ്പാപ്പന്റെ മുതുകിൽ കയറിയിരുന്ന് ഞാൻ അടിക്കും. അപ്പാപ്പനാണെങ്കിൽ ഒട്ടും തന്നെ മൂവ് ചെയ്യാൻ കഴിയാതെ ഇപ്പൊ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. സോ ആ ഒരു വീഴ്ചയിൽ മുകളിലുണ്ടായിരുന്ന സെലസ്റ്റിയൽ ഡ്രാഗണും ആളും അടിച്ച് താഴെ വീഴും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഉരുട്ടി താഴിടും ചോദിച്ച് ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ അപ്പാപ്പന്റെ തലയ്ക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യാണ്. അപ്പോ റവല്യൂഷണറി ആർമിയിലെ ആ ഒരു കാക്ക അതങ്ങനെ വമ്പ ഫോഴ്സിൽ ഫ്ലൈ ചെയ്ത് വന്ന് ആ ഗണ്ണങ്ങനെ തട്ടിയെടുത്ത് പറന്ന് ദൂരേക്ക് പോവാണ്. കാക്കയാണെങ്കിൽ ആ അപ്പാപ്പനോട് ലെഫ്റ്റ് സൈഡിലൂടെ രക്ഷപ്പെട്ടു പോകാൻ പറയും. അത് കണ്ട് ആ സെലസ്റ്റിയൽ ഡ്രാഗൺ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ആ സെലസ്റ്റിയൽ ഡ്രാഗണെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് സോൾജിയേഴ്സ് അവിടേക്ക് പാഞ്ഞു വരിക. കൺട്രോൾ പോയ സെലസ്റ്റിയൽ ഡ്രാഗൺ ആള് ദേഷ്യപ്പെട്ട് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങളിത് കാണുന്നില്ലേ, അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ കാക്കയെ എത്രയും വേഗം ഷൂട്ട് ചെയ്യും. അത് കേൾക്കേണ്ട താമസം സോൾജിയേഴ്സ് അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്ത് അവനെ മൊത്തത്തിൽ ഇല്ലാതാക്കുകയാണ്. അവനെ പൂർണ്ണമായിട്ടും തകർത്തു എന്ന് കരുതി അവർ ഹായായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഒക്കെ അങ്ങനെ അവരുടെ തൊട്ട് പുറകിൽ വിസിബിളായി വരിക. അവൻ അവന്റെ കൈ നീട്ടി ആ സോൾജിയേഴ്സിനെ ആഞ്ഞടിച്ച് തകർത്തില്ലാതാക്കും. സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ അത് കണ്ട് പേടിച്ചോടും. അപ്പൊ ദൂരത്തായിട്ട് ഈഷോയും അറമക്കയും അവർ രണ്ടുപേരും ടെററായിട്ട് അങ്ങനെ കടന്നു വരികയാണ്. കട്ട് ചെയ്ത
ആ ഫുഡ് സ്റ്റോറേജ് അതങ്ങനെ കത്തി എരിയുന്നത് കണ്ട സെലസ്റ്റിയൽ ഡ്രാഗൺസും നേവി ഓഫീസേഴ്സും അവരാണെങ്കിൽ അവിടുന്ന് സേഫായ സ്ഥലത്തേക്ക് മാറും. ഉണ്ടായിരുന്ന അടിമകളാണെങ്കിൽ ഇപ്പൊ വിളിച്ചു കെഞ്ചും, ദയവ് ചെയ്ത് ഞങ്ങളെയും കൂടി ഇവിടുന്ന് രക്ഷപ്പെടുത്തണം, ഞങ്ങൾ അല്ലെങ്കിൽ ഈ തേയിൽപ്പെട്ട് വെന്തു മരിക്കും. പക്ഷേ അതിൽ ആരും തന്നെ അവരെ ബോധർ ചെയ്യാതെ അവിടുന്ന് ഓടിപ്പോവാണ്. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരിക. സാക്ഷാൽ ലീൻ. അവനാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ആരും നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അനങ്ങാൻ പാടില്ല. ആണെങ്കിൽ ലേസർ ഗണ്ണ് പുറത്തെടുത്ത് ഇപ്പൊ ആ ചെയിനുകളിൽ അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യാണ്. ആ ചെയിൻ തകർന്ന് അവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെടും. അവരോട് ഈസ്റ്റ് സൈഡിൽ പോയി അവൻ വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സേവ് ചെയ്യുമെന്ന് പറയും. ആ വാക്കിൽ വിശ്വസിച്ച് അവർ ആ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ അയർലാൻഡിലാണെങ്കിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ കാക്ക പയ്യൻ അവനിപ്പോൾ അവൻ്റെ അടുത്തേക്ക് പറന്നു വന്ന് പറയും, എത്രയും വേഗം ഇവരെ സേവ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണം, അധിക സമയമില്ല, അയർലാൻഡ് അത് ഓൾമോസ്റ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ ഇഷോയെ തകർക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഇഷോയെ ലക്ഷ്യമാക്കി പോവും. ഇഷോയുടെ പവർ എന്താണെന്ന് അവന് കൃത്യമായിട്ട് അറിയില്ല. ഇഷോ അവന്റെ സ്ക്വാഡ് അങ്ങനെ നീട്ടി ഇപ്പൊ ആ കാക്കപ്പയ്യനെ പുറഞ്ചം ആഞ്ഞു വെട്ടുകയാണ്. മറ്റൊരു ഭാഗത്ത് സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവരാണെങ്കിൽ രക്ഷപ്പെട്ടു പോയ ആ ഒരു അടിമകളെ അവരെ പുറഞ്ചം ഷൂട്ട് ചെയ്ത് കൊല്ലും. ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ടെററായിട്ട് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത നിമിഷം ആ മോർലി പയ്യൻ അവനാണെങ്കിൽ അവിടേക്ക് വന്ന് ആ ഫ്ലോർ അങ്ങനെ ഉയർത്തുകയാണ്. കൺട്രോൾ പോയ സെലസ്റ്റിയൽ ഡ്രാഗൺസ് താഴേക്ക് വീഴും. അവരുടെ ഗണ്ണെടുത്ത് അവൻ രണ്ടായിട്ട് ചവിട്ടി ഓടിക്കും. അതിനുശേഷം ആ അടിമകളോട് വിളിച്ചു പറയും, നിങ്ങൾ ഒരു മിനിറ്റ് പോലും പാഴാക്കാൻ പാടില്ല, ഈസ്റ്റ് സൈഡിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവിടേക്ക് പോകണമെന്ന് പറയും. അവനങ്ങനെ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ തല്ലിക്കൊല്ലുമ്പോൾ ആ അരമക്കി അവൻ്റെ ട്രീ പവറൊക്കെ എടുത്ത് അവിടേക്ക് കടന്നു വരികയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ മേലെ നീ കൈവെക്കും ചോദിച്ച് അവന്റെ ബ്രാഞ്ച് ഉപയോഗിച്ച് ജയന്റിനെ പുറഞ്ച അട്ടിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ മേലെ കൈവെക്കും ചോദിച്ച് അതാണെങ്കിൽ വലിയൊരു ബ്രാഞ്ച് ഉപയോഗിച്ച് ജയന്റിനെ അറ്റാക്ക് ചെയ്യാണ്. അവൻ നൈസായിട്ട് ആ വലിയ ബ്രാഞ്ച് അതങ്ങനെ ഒടിച്ചു കളയും. ആ ബ്രാഞ്ച് ആണെങ്കിൽ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഇടയിലേക്ക് വന്ന് വീഴുകയാണ്. അവര് പേടിച്ചോടും. അറമയ്ക്കാണെങ്കിൽ വീണ്ടും സാബോ അവൻ എവിടെയും ചോദിക്കും. പക്ഷേ നമ്മുടെ ജയന്റ് അവനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ ടീംമേറ്റ്സിനെ ഞങ്ങൾ ഒറ്റ കൊടുക്കില്ല, ഞങ്ങളുടെ ജീവൻ പോയാലും നിനക്ക് അവനെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ സമയം ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ദേഷ്യപ്പെട്ട് പറയും, അരമക്കി എന്തേ ചെയ്യണേ, നിന്റെ ഫൈറ്റ് അതൊരല്പം കൂടെ കെയർഫുൾ ആയിരിക്കണം, നിന്റെ ഒരു ബ്രാഞ്ച് ഒടിഞ്ഞ് ഞങ്ങൾക്ക് നേരെയാണ് വീണത്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇവിടെ ഈഷോ ആണെങ്കിൽ വലിയൊരു വിങ്കിൾ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് അരമുക്കി വിളിച്ചു പറയും, ദയവ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങളത് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളത് ക്രിയേറ്റ് ചെയ്താൽ അത് നടക്കാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരിക്കും, നമ്മുടെ ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകരും. ആക്ച്വലി സാബോ ആൻഡ് ടീമിന്റെ ലക്ഷ്യം അത് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ഇല്ലാതാക്കുക, നേവി ആയിട്ട് ഒരു ഓപ്പൺ യുദ്ധം അത് നടത്തുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ മറി ജോയ്സ് തന്നെ സെലക്ട് ചെയ്തത്. സത്യത്തിൽ ഇതൊരു നല്ല ചോയ്സാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഇതിലുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സാബോയെ കാണിക്കും. അവനാണെങ്കിൽ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന പ്രിസണേഴ്സ് അവരുടെ കഴുത്തിലുള്ള ആ ഒരു കോളർ അതിന്റെ കീ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ആ എക്സ്പ്ലോഷറിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അവിടുന്ന് കൊണ്ടുവരാനായിട്ട് കഴിയൂ. അപ്പം അവൻ കാണും ദൂരത്തായിട്ട് കൂമയെ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ കഴുത്തിൽ വലിയ ചെയിനൊക്കെ അണിയിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുവശത്തായിട്ട് സീ പ്രിൻസസിനെ അവളെ അടിമയാക്കാനായിട്ട് ആ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ അവനാണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായിട്ട് കടന്നു വരും. ഓൾറെഡി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവന്റെ കയ്യിൽ നിന്ന് അവളെ സേവ് ചെയ്തത്. സോ വീണ്ടും അവന്റെ കയ്യിലേക്ക് അവളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് സാബു ആണെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടി തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് ജ്വല്ലറി ബോണി അവളാണെങ്കിൽ അവളുടെ പപ്പയെ അന്വേഷിച്ച് അതുവഴി ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ വിവി അവളാണെങ്കിൽ ക്യാഷിലായിട്ട് കടന്നു വരും. ഉടനെ ലുച്ചിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇതുവഴി അങ്ങനെ വെറുതെ നടക്കാനായിട്ട് പാടില്ല, മര്യാദയ്ക്ക് നിനക്ക് തന്ന സ്പേസിൽ പോയിരിക്കേ. അതിനവളാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, കാർപ്പിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഓൾറെഡി ആ ഷിറഗോഷിയെ അവളെ ആ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ അവൻ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കി നിന്നു, ആരും ഒരക്ഷരം അവനെതിരെ പ്രതികരിച്ചില്ല. ഇപ്പൊ നിനക്ക് നാണമില്ലേ എന്നോട് ഇത്തരത്തില് സേഫായിട്ട് നിൽക്കാൻ പറയാൻ? ഇവിടെ യാതൊരു സേഫ്റ്റിയും ഇല്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കോബ്രയെ കാണിക്കും. ആളാണെങ്കിൽ ഹെൽത്ത് ഒട്ടും വയ്യാതെ വീൽ ചെയറിലായിരിക്കും ആ 5 വെൽഡേഴ്സിനെ കാണാൻ കടന്നു വരിക. ആക്ച്വലി വെൽഡേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ആൾ അവിടേക്ക് വന്നത്. സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരോട് തീർത്തു പറയും, കിങ് കോബ്രയെ മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ, നിങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വരും. അതിന് കോബ്രയാണെങ്കിൽ ആളുടെ അസിസ്റ്റൻസിനോട് പറയും, നിങ്ങൾ വിവിയെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എത്രയും വേഗം അവരെ മീറ്റ് ചെയ്ത് ഞാൻ പുറത്തേക്ക് വരും, അതുവരെ നിങ്ങൾ വിവിയെ അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും.